NSSനും SNDPക്കും ഇടയിൽ നിരന്തരമായി തർക്കങ്ങൾ ഉണ്ടാകുന്ന സംവരണ വിഷയത്തിലായിരുന്നു മുൻകാലങ്ങളിൽ. അത് പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് ഇപ്പോൾ ജി സുകുമാരൻ നായരും അതുപോലെ PK നാരായണ പണിക്കരും രണ്ടുപേരും NSSന്റെ ജനറൽ സെക്രട്ടറിമാരായിരുന്ന സമയത്ത് സമാനമായ ഐക്യനീക്കം നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. ഒരുമിച്ച് വേദി പങ്കിടുന്ന സാഹചര്യം വരെ ആ ഐക്യനീക്കം പോവുകയും ചെയ്തിരുന്നു. ഇരു നേതാക്കളുടെയും ജി സുകുമാരൻ നായരുടെയും PK നാരായണ പണിക്കരുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും ഫ്ലെക്സുകൾ ഉയർത്തി NSSന്റെയും SNDPയുടെയും പ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് ആഘോഷമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സംയുക്ത സമ്മേളനങ്ങൾ നടക്കുന്ന തരത്തിൽ പോലും കാര്യങ്ങൾ എത്തിയതാണ്. ആ സമയത്തൊക്കെ സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഉയർന്നു വരാറുള്ളതും ഭിന്നതയിലേക്ക് പോകാറുള്ളതും. അന്നും NSSനെയും SNDPയെയും തമ്മിലടുപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നു എന്നായിരുന്നു പിന്നീട് ഈ ഐക്യനീക്കം പരാജയപ്പെട്ടപ്പോൾ ഇരു നേതൃത്വവും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തുടക്കത്തിൽ തന്നെ അത്തരമൊരു സമീപനം ഉണ്ടാകാതിരിക്കാൻ തർക്ക വിഷയങ്ങൾ ഉന്നയിക്കുന്നില്ല. തന്നെയുമല്ല, സംവരണം പോലുള്ള വിഷയങ്ങൾ ഇപ്പോൾ അത്രത്തോളം ഈ സമുദായങ്ങൾക്കിടയിൽ ചർച്ചയല്ല എന്ന് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും NSSന്റെ ജനറൽ സെക്രട്ടറിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാനെന്നായിരുന്നു അന്ന് ഈ നേതാക്കൾ പറഞ്ഞത്. അപ്പോൾ തന്നെയുമല്ല, മറ്റ് ഈ ഐക്യനീക്കങ്ങൾ അത് മന്നത്തിന്റെ കാലം, ഇപ്പോൾ R ശങ്കർ മന്നം കാലം തൊട്ട് ഇങ്ങോട്ട് വന്ന ഐക്യനീക്കങ്ങൾ ഏറെ മുന്നോട്ട് പോയി ഒരു പോയിന്റിൽ തട്ടി നിൽക്കുകയാണ്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ആദ്യ ചർച്ച രണ്ടുപേരും രണ്ട് കേന്ദ്രങ്ങളിൽ ഇരുന്ന് നടത്തി ഫോണിലൂടെ നടത്തിയ ചർച്ചകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോയില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ അതിന്റെ ആദ്യ സൂചനകൾ കണ്ടപ്പോൾ തന്നെ അതിൽ നിന്ന് NSS പിന്മാറുകയാണ് എന്നറിയിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, സമദൂരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതിൽ സമദൂരമാണ് NSSന്റെ രാഷ്ട്രീയ നിലപാട് എന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ ചർച്ചകൾ നടത്തുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുതന്നെയാണ്. ഈ ഐക്യനീക്കം സമദൂരം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ NSSന് കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുമെന്ന് NSS കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള എന്ത് സൂചനയാണ് ഇപ്പോൾ വന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാനാണ് ഈ ഐക്യനീക്കം എന്ന ഒരു നിരീക്ഷണം പല കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. NSSനും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. അതിൽ NSS ജനറൽ സെക്രട്ടറി തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. അദ്ദേഹം മാധ്യമങ്ങളുമായി കാണുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയുമെന്ന് കരുതാം.